ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് ഞങ്ങളുടെ ഡ്രീംസ് എന്ന ഞങ്ങളുടെ സ്വന്തം വീട്. ഇവിടെ ഈ വീട്ടിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. ഒന്ന് എൻ്റെ മകളാണ് സുജ. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാവരും ഓമനയായ ഒരു നായ്ക്കുട്ടി എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ വളർത്തുപുത്രൻ തന്നെയാണ് ഈ ബബിൾസ് എന്ന് പേരുള്ള ബബിളു. ഈ ബബിളു ഈ ചൂടുകാലത്ത് അവനെ നടത്തിക്കാൻ കൊണ്ടുപോകുമ്പം ഒരുപാട് പ്രയാസമുണ്ട്. അപ്പോൾ അവൾ അതിന് വേണ്ടിയിട്ട് ഓൺലൈനിലേക്ക് നോക്കിയിട്ട് ഒരുപാട് ഷൂസൊക്കെ അവന് വേണ്ടി വാങ്ങി ഇട്ട് നോക്കി. പക്ഷേ സാധിച്ചില്ല. ഒന്നുപോലും അവനത് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ധരിക്കാനൊന്നും തയ്യാറായില്ല. അവൾക്ക് വലിയ വിഷമമായിരുന്നു. അങ്ങനെ അവസാനം ഒരു ഷൂസ് കണ്ടുപിടിച്ച് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഷൂസ് അവൾ ഓൺലൈനിൽ കണ്ടുപിടിച്ചു വാങ്ങി. ഇന്ന് അതൊന്ന് ഇട്ട് നോക്കാനുള്ള ശ്രമമാണ്. ഒന്ന് രണ്ട് പ്രാവശ്യം ശ്രമിച്ചെങ്കിലും അവൻ്റെ ഒരു സഹകരണം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അത് അവർക്ക് ഇടാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് അവൾ എന്തായാലും ഒന്ന് അവനിട്ടിട്ടൊന്ന് നടത്തിക്കണം, അത് അവന് പാകമാണെന്ന് നോക്കണം എന്നൊരു വലിയ ആഗ്രഹത്തിലാണ് ഇവിടെ ഈ ഷൂ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവൻ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അഭ്യാസങ്ങൾ ചെയ്യുന്നുണ്ട്, ഇടാതിരിക്കാനും അഴിക്കാനൊക്കെ. പക്ഷെ ഇന്ന് പൊതുവെ സാധാരണയിൽ കവിഞ്ഞ് കുറച്ച് ശാന്തതയോടെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമുക്കിന്ന് ഇടാൻ സാധിക്കുമായിരിക്കും. ഇപ്പം 4 എണ്ണമാണല്ലോ, ഇപ്പം നമ്മളെ പോലെയല്ല, ഇവർക്കൊക്കെ 4 എണ്ണമാണല്ലോ. അതിൽ ആദ്യത്തെ കൈകൾ നമ്മൾ പറയുന്നില്ല, അതിൽ ഒന്ന് ഇട്ട് കഴിഞ്ഞു, രണ്ടാമത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുവരെ കുറച്ച് ശാന്തമാണ്, അക്രമ സ്വഭാവമൊന്നും കാണിക്കുന്നില്ല, അത് അഴിച്ചു കളയാനോ തെറിപ്പിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. പാവമായിട്ട് നല്ല കുട്ടിയായിട്ട് നല്ല മിടുക്കനായിട്ട് അവിടെ ഇരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 2 കാലുകളിൽ ഇട്ട് കഴിഞ്ഞു, 2 കൈക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി അത് മൂന്നാമത്തെ അവൻ്റെ പിറകുവശത്തുള്ള കാലുകളിൽ ആണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അതിന് വേദനയാവാതെ ഷാർപ്പ് പവറിനൊന്നും അവന് തട്ടാതെ ഒരു ബെൽറ്റൊക്കെ വെച്ച് കെട്ടുന്ന ഒരു നല്ല സിസ്റ്റത്തിലുള്ള പുതിയ ഷൂ ആണ്. ആ ഷൂ വെച്ച് കെട്ടി അവൻ്റെ ഒരു കാലിലും കെട്ടിക്കഴിഞ്ഞു. ഇനി 4മത്തത് ശ്രമിക്കുകയാണ്. അതുകൂടി ഒന്ന് കെട്ടി നോക്കിയിട്ട് വേണം അവനെ ഒന്ന് പുറത്തു കൊണ്ടേ നടത്തിച്ച് ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അവൾ. വളരെ നാളത്തെ അവളുടെ ആഗ്രഹമാണ്. അപ്പോൾ ഏകദേശം ഇത് ഈ 3മത്തെ കെട്ടാൻ സംഭവിച്ചു. 4മത്തതും ആ കാലിൽ കെട്ടിയിട്ടില്ല, കെട്ടാൻ പോവാണ്. അപ്പോൾ അവൾക്കൊരു ചെറിയൊരു ഹോപ്പ് വന്നു, ചിലപ്പോൾ ഇവൻ സമ്മതിക്കുമായിരിക്കും. അപ്പോൾ 4മത്തെ കെട്ടി അവൻ നോക്കുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള അങ്ങനെ ഒരു ചെറുത്തുകൽപ്പോ അല്ലെങ്കിൽ വേണ്ടാത്തൊരു പ്രതിഷേധാത്മകമായിട്ടുള്ളൊരു പ്രതികരണമൊന്നും അവനിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ അതിൽ അവൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ അത് മെല്ലെ 4മത്തതും അത് മുറുക്കി ഇട്ടു. അപ്പോഴവന് കുറച്ചൊരു കുറുമ്പ് തോന്നിയിട്ട് ഒന്ന് കടിച്ചു വലിക്കാൻ നോക്കി. പിന്നെ നേരെ നിന്നിട്ട് ആ കൈക്കിട്ട ഷൂസൊക്കെ ഒന്ന് ബാലൻസ് നോക്കി. ഒന്ന് കുറച്ച് ലൂസോ ഒന്നായതെന്ന് തോന്നുന്നു. അവനൊന്ന് ചെക്ക് ചെയ്തു, അടിക്കാൻ ശ്രമിച്ചു, എല്ലാം പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അവനൊരു കുറച്ച് പ്രൗഡ് ഫീലിംഗ് പോലെ എനിക്ക് തോന്നിയത്. അവനൊത്തിരി അഭിമാനം തോന്നുന്നു ആ ഷൂ ഒക്കെ ഇട്ടതിൽ. ഇത് ഞങ്ങളെയൊക്കെ നോക്കുന്നുണ്ട്, വെറുതെ നടന്നു നോക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു നടത്തത്തിൽ ആ ഒരു വാക്കിംഗ് സ്റ്റൈലിൽ ചെറിയൊരു വ്യത്യാസം എന്തായാലും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് അറിയില്ല. അവൻ്റെ ഞങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് 2 മക്കളാണല്ലോ. ചെറിയ മകൻ എന്താ പറയുക ശ്യാമാണ്, മോള് മൂത്തത് അത് സുജ. അപ്പോൾ ഈ ശ്യാമ വിളിച്ച് കുഞ്ഞേച്ചി എന്ന് വിളിച്ച് ഞങ്ങളിപ്പോൾ വിളിക്കുമ്പോൾ അവളെ കുഞ്ഞേച്ചി എന്നൊക്കെ വിളിക്കുക. അവൾക്ക് അതിൽ വിരോധമൊന്നുമില്ല, സന്തോഷം തന്നെ. അപ്പോൾ നമ്മളെ കഥാനായകൻ അതൊക്കെ ഒന്ന് പരിശോധിക്കുന്നുണ്ട്, കെട്ടിയതൊക്കെ കറക്റ്റാണോ, അത് ഓക്കെ ആണോ. അപ്പോൾ അവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവനെ വെളിയിൽ കൊണ്ടുപോവുക, നടക്കാൻ എന്ന് പറഞ്ഞാൽ അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൻ വളരെ സഹിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഇത് കെട്ടാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവൻ്റെ അടുത്ത ആക്ഷൻ എന്ന്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ ഷൂ കെട്ടി എന്നുള്ള കാര്യത്തിൽ നിന്നൊക്കെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട്, ശ്രദ്ധ എന്താ പറയുക, ആകർഷിക്കുകയല്ല, മറ്റുള്ള കാര്യങ്ങൾക്ക് ആകർഷിച്ച്
ആ കെട്ടി എന്നുള്ള കാര്യത്തിൽ നിന്ന് അവൻ്റെ ശ്രദ്ധ മാറ്റാനുള്ള ശ്രമത്തിലാണ് സുജ. അവളും ഇതുപോലെ ഒരുപാട് ചെയ്ത് ഇവൻ്റെ കൂടുതൽ അഭ്യാസം കളിച്ചിട്ട് അവൻ്റെ അപ്പം അങ്ങനെ ഷൂ എല്ലാം കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവനെ ആ ഒരു മൂഡിൽ നിന്ന് നല്ലൊരു മൂഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവൾ എന്തൊക്കെയോ കുറച്ച് കോമാളികളി അവൻ്റെ കൊടുത്ത് കളിക്കുന്നുണ്ട്. ഇപ്പോൾ അവനെ മെല്ലെ റോട്ടിലേക്ക് ഇറക്കി. അപ്പോൾ അവനങ്ങനെ പ്രത്യേകത ഒന്നുമില്ല. ആ ഒരു ഷൂ കെട്ടിയതുകൊണ്ടൊന്നും അവനൊരു മാറ്റമൊന്നും തോന്നുന്നില്ല. അവൻ കൂളായിട്ട് റോഡിലിറങ്ങി വളരെ അഭിമാനത്തോടെ അവളെയൊക്കെ നോക്കിയിട്ട് ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ കാലിന് 4 അല്ലേ രണ്ട് കൈകൾക്കും 2 കാലുകളിലും ആ ഒരു ഷൂ ഇട്ടിട്ടുണ്ട്. ആ ഷൂ ഇട്ടുകൊണ്ട് അവൻ നടക്കുന്നത്. അവൻ്റെ കാര്യം ഇപ്പോൾ അവനാണ് ഇവിടുത്തെ രാജാവ്, വലിയ എല്ലാവരും അവനെ ശ്രദ്ധിക്കുന്നതെന്നുള്ളൊരു സ്റ്റൈലിലൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ പോകുന്നു, മൂത്രമൊഴിക്കുന്നു, സ്ഥലങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നു, തിരിച്ചു വരുമ്പോൾ മാറിപ്പോകാതിരിക്കാനുള്ള എല്ലാ പരിപാടികളും അവൻ ചെയ്യുന്നുണ്ട്. വളരെ രസകരമായിട്ട് തന്നെ പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാ വളരെ സ്പീഡിൽ ഓടി നോക്കുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ച് വീട്ടിൻ്റെ ഉള്ളിലെത്തി. നടക്കുമ്പോഴൊന്നും യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരു രീതിയിലാണ് അവൻ നടന്നു വന്നിട്ടുള്ളത്. ഇനി